പരിശുദ്ധിയുടെയും വിശ്വാസ്യതയുടെയും സുവർണ്ണ നാമമായ ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു ഏറ്റവും പുതിയ കളക്ഷൻ. വെഡിംഗ് ആഭരണങ്ങളുടെ കൂടുതൽ കളക്ഷനുകൾ സന്ദർശിക്കൂ. പട്ടാമ്പിയിൽ കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് പട്ടാമ്പി താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റേഡിയോ ദിനാചരണം സംഘടിപ്പിച്ചു. ഇതോടനുബന്ധിച്ച് റേഡിയോ ശ്രോതാക്കളുടെ സംഗമവും റേഡിയോ വിതരണവും സംഘടിപ്പിച്ചു. കേരളത്തിലെ കാഴ്ചയില്ലാത്തവരുടെ സർഗോത്മകമായ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സംസ്ഥാനതല സംഘടനയാണ് കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ്. അന്തർദേശീയ റേഡിയോ ദിനാചരണത്തിന്റെ ഭാഗമായി പട്ടാമ്പി താലൂക്ക് കമ്മിറ്റിയും സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെയും സഹകരണത്തോടു കൂടിയാണ് റേഡിയോ ദിനാചരണം സംഘടിപ്പിച്ചത്. ഇതോടനുബന്ധിച്ച് കാഴ്ച പരിമിതർക്കുള്ള റേഡിയോ വിതരണവും റേഡിയോ ശ്രോതാക്കളുടെ സംഗമവും ഒരുക്കി. മേലെ പട്ടാമ്പിയിൽ നടന്ന സംഗമം സൗത്ത് ഇന്ത്യൻ ബാങ്ക് പാലക്കാട് AGM അഭിലാഷ് ഉദ്ഘാടനം ചെയ്തു. സാധാരണഗതിയിൽ ഉണ്ടാകുന്ന വേദികൾ എന്ന് പറയുന്നത് ഇതുപോലത്തെ ബാങ്കിന്റെ CSR ആക്ടിവിറ്റികളുടെ ഭാഗമായിട്ട് പല കാര്യങ്ങളും ചെയ്യുന്ന വേദികൾ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇത്തരത്തിലൊരു വേദി ഇത് ആദ്യമായിട്ടാണ്. അപ്പോൾ ഞാൻ ആദ്യം ഒന്ന് എന്നെ പരിചയപ്പെട്ടുകൊണ്ട് തോന്നാം. സൗത്ത് ഇന്ത്യൻ ബാങ്ക് എന്ന് വിചാരിക്കും എല്ലാവരും കേട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. തൃശ്ശൂർ ആസ്ഥാനമായി 1929 പ്രവർത്തനം തുടങ്ങിയ ഒരു ബാങ്കാണ്. ഇത് ഇന്ത്യ മുഴുവൻ ഏകദേശം 900 ബ്രാഞ്ചുകളുള്ള ഒരു ബാങ്കാണ്. അപ്പോൾ അതിൽ പാലക്കാട് ജില്ലയുടെ ചുമതല വഹിക്കുന്നത് ഞാനും ഒറ്റപ്പാലം ക്ലസ്റ്ററിന്റെ അതായത് ഒരു 15 ബ്രാഞ്ചുകളുടെ കാര്യങ്ങളെല്ലാം കൺട്രോൾ ചെയ്യുന്നത് പ്രസാദുമാണ്. അപ്പം ഞങ്ങൾക്ക് ഈ സംഭവത്തിലേക്ക് ഞാൻ എത്തിപ്പെടാനുണ്ടായ കാര്യം നമ്മുടെ മാഷ് പറഞ്ഞതുപോലെ നിങ്ങൾ ചന്ദ്രൻ മാഷ് എന്ന് വിളിക്കുന്ന രാമേന്ദ്രൻ മാഷ് എന്ന് വിളിക്കുന്ന ഞാൻ ചന്ദ്രമാമൻ എന്ന് വിളിക്കുന്ന രാമേന്ദ്രൻ മാഷ് ധ്രുവാണ്. ഈ സംഭവം ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞങ്ങൾ പൊതുവെ എല്ലാ വർഷങ്ങളിലും ഒരുപാട് CSR ആക്ടിവിറ്റീസ് CSR എന്ന് കേട്ടോ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. കമ്പൽസറി സോഷ്യൽ സർവീസ് എന്ന് പറയുന്ന ബാങ്കിന്റെ ലാഭവിഹിതത്തിൽ ഒരു വിഹിതം നമ്മൾ ഇതുപോലത്തെ കാര്യങ്ങൾക്ക് യൂസ് ചെയ്യണം എന്ന് ഗവൺമെന്റ് മാൻഡേറ്റ് ഉണ്ട്. ഇല്ലെങ്കിൽ നമുക്ക് ഇൻകം ടാക്സ് അടക്കേണ്ട കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ തീർച്ചയായും എല്ലാ വർഷങ്ങളിലും ഇങ്ങനെ ചെയ്യാറുണ്ട്. പൊതുവെ ചെയ്തു വരുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് വിദ്യാഭ്യാസപരമായിട്ട് വല്ല സ്കൂളുകളിലോ കോളേജുകളിലോ സപ്പോർട്ട് കൊടുക്കും. അപ്പൊ നമ്മളുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്ന ഏതെങ്കിലും അക്കൗണ്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും. അതുപോലെ മറ്റ് ഹോസ്പിറ്റലുകൾക്ക് ആംബുലൻസിന്റെ കാര്യങ്ങൾ, അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ ചെയ്യാറുണ്ട്. പൊതുവെ ജില്ലാ പ്രസിഡന്റ് VN ചന്ദ്രമോഹൻ അധ്യക്ഷനായിരുന്നു. താലൂക്ക് കമ്മിറ്റി V മുരളീധരൻ ചേരാമംഗലം റേഡിയോ ദിന സന്ദേശം നൽകി. C പഴനിയപ്പൻ, മോഹൻ ചെറപ്പറമ്പിൽ, CR രാമചന്ദ്രൻ, K രാജേഷ്, CS ലംബോദരൻ, MK ഷെരീഫ്, K മണികണ്ഠൻ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു.